ഹായ്, ദിസ് ഇസ് നവീൻ കുമാർ. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വിജയിക്കാൻ ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്. മോട്ടിവേഷൻ അല്ലെങ്കിൽ പ്രചോദനം എന്നുള്ളത് നാം ഏത് മേഖലയിൽ വിജയിക്കണമെങ്കിലും നമുക്ക് വേണ്ട അനിവാര്യമായ ഒരു ഘടകമാണ്. ഒരു മോട്ടിവേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു കാര്യം ചെയ്യാനായി നമുക്കൊരു ഇൻസ്റ്റിങ്ക്റ്റ് തരുന്നത് എന്തോ അതാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. സെൽഫ് മോട്ടിവേഷൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നമുക്ക് പല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്തും ശക്തമായി മുൻപോട്ട് പോകാൻ കരുത്തേകുന്ന ഒരു കാര്യമാണ്. എങ്ങനെ നമുക്ക് എപ്പോഴും സെൽഫ് മോട്ടിവേറ്റഡ് ആയി ഇരിക്കാം, എന്തൊക്കെ ടെക്നിക്സ് ആണ് ഒരു മനുഷ്യന് സെൽഫ് മോട്ടിവേറ്റഡ് ആയി മുൻപോട്ട് പോകാൻ സഹായകരമാകുന്നത്, ഈ കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. ഒരാൾക്ക് സെൽഫ് മോട്ടിവേറ്റഡ് ആയി ഇരിക്കാനായി അദ്ദേഹം ചെയ്യേണ്ട 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. മോട്ടിവേഷണൽ ആയിട്ടുള്ള ഇതേപോലുള്ള വീഡിയോകൾ കാണുന്നത് തീർച്ചയായും നമുക്ക് ഉപകാരപ്രദമാണെന്നറിയാം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെയുള്ള മോട്ടിവേഷണൽ ആയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. സെൽഫ് മോട്ടിവേറ്റഡ് ആയി ഇരിക്കാനായി നാം ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം വിഷ്വലൈസ് സക്സസ് എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത്, ആ മേഖലയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യം നേടിയെടുക്കുന്നതായി വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് സെൽഫ് മോട്ടിവേറ്റഡ് ആയി ഇരിക്കാനുള്ള ഒന്നാമത്തെ പടി. കാരണം ആ പിക്ചേഴ്സ്, ആ വിഷ്വലൈസേഷൻ നമുക്കൊരു പ്രത്യേകതരം ഊർജം തരുമെന്നുള്ളത് വസ്തുതയാണ്. എന്താണോ നമ്മുടെ മനസ്സിലുള്ള ലക്ഷ്യം, എന്താണോ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം, അത് നേടിയെടുക്കുന്ന സീൻസും അത് നേടിയെടുക്കുന്ന ഫീലിങ്സും ഒക്കെ മനസ്സിന് കൊടുക്കുക. മനസ്സിന് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എത്തിച്ചേരാനുള്ള ആക്ഷൻ എടുക്കാനായി നമുക്ക് പ്രത്യേകതരം ഒരു എനർജി ലഭിക്കുന്നതാണ്. സോ ഫസ്റ്റ് പോയിന്റ് ഈസ് വിഷ്വലൈസ് യുവർ സക്സസ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയത്തെ കൃത്യമായി തലച്ചോറിൽ വിഷ്വലൈസ് ചെയ്യുക. രണ്ടാമതായി, നെവർ അക്സെപ്റ്റ് ഫെയിലിയേഴ്സ്. പരാജയത്തെ അംഗീകരിക്കാതിരിക്കുക. വീണ്ടും വീണ്ടും പരാജയപ്പെട്ടാലും വിജയിക്കുന്നവരെ മുൻപോട്ട് പോകുമെന്നുള്ള ഉറച്ച തീരുമാനമെടുക്കുക. കാരണം ഒരു കാലഘട്ടത്തിൽ നടക്കാൻ ശ്രമിച്ച് പലതവണ മറിഞ്ഞു വീണിട്ട് അവസാനം നടക്കാൻ തുടങ്ങിയ ആളുകളാണ് നമ്മളെല്ലാവരും. അന്ന് ഒരു പ്രാവശ്യം മറിഞ്ഞു വീണ സമയത്ത് ആ പരാജയത്തെ നമ്മൾ അംഗീകരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് നാം നടക്കുകയില്ലായിരുന്നു. അന്ന് നമ്മൾ ആ പരാജയത്തെ അംഗീകരിക്കാതെ വീണ്ടും വീണ്ടും നടക്കാൻ ശ്രമിച്ചതുകൊണ്ട് ഇന്ന് കോൺഫിഡന്റ് ആയി നമുക്ക് നടക്കാൻ സാധിക്കും. നടക്കുന്ന കാര്യത്തിൽ നാം സെൽഫ് മോട്ടിവേറ്റഡ് ആണ്. ഇതേപോലെ ഏത് മേഖലയിലാണോ നിങ്ങൾക്ക് വിജയിക്കേണ്ടത്, ആ മേഖലയിൽ എത്ര തവണ പരാജയപ്പെട്ടാലും വിജയിക്കും എന്ന തീരുമാനത്തോടു കൂടി മുൻപോട്ട് പോവുക. എത്ര തവണ പരാജയപ്പെട്ടാലും ആ പരാജയത്തെ അംഗീകരിക്കാതിരിക്കുക. വീണ്ടും വീണ്ടും വിജയിക്കാനായുള്ള മനഃപൂർവമായ ശ്രമങ്ങൾ എടുത്തുകൊണ്ട് മുന്നേറുക. മൂന്നാമതായി, മെയിൻറ്റെയിൻ ഗുഡ് അസോസിയേഷൻസ്. നല്ല അസോസിയേഷൻസ് സ്വീകരിക്കുക. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് വെച്ചാൽ, മോട്ടിവേഷണൽ ആയ പുസ്തകങ്ങൾ വായിക്കാൻ തയ്യാറാവുക, മോട്ടിവേഷണൽ ആയുള്ള കഥകൾ കേൾക്കാനും വായിക്കാനും തയ്യാറാവുക, മോട്ടിവേഷണൽ ആയിട്ടുള്ള വീഡിയോസ് കാണുകയും പ്രചോദനകരമായിട്ടുള്ള സ്പീച്ചസ് കേൾക്കുകയും ഒക്കെ തന്നെ ചെയ്യുക. ഇതിനെല്ലാം ഉപരി നമുക്ക് മോട്ടിവേഷൻ തരുന്ന, എത്ര വിഷമം വരുന്ന സമയത്തും എല്ലാം ശരിയാവുന്ന നമ്മളോട് പറയുന്ന കുറച്ച് സുഹൃത്തുക്കളെ കണ്ടെത്തുക. അവരുമായി അടുത്ത് ഇടപഴകാനായി എപ്പോഴും ശ്രദ്ധിക്കുക. കാരണം ഇവർ പറയുന്ന കാര്യങ്ങളിലൊക്കെ നമുക്കൊരു പ്രത്യേക എനർജി ലഭിക്കുന്നു എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അസോസിയേഷൻസ് എത്ര വിഷമിച്ചിരിക്കുന്ന സമയമാണെങ്കിലും നമുക്കതിനെ തരണം ചെയ്യാൻ സഹായകരമാകും. ഏറ്റവും രസകരമായ വസ്തുത, നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന അസോസിയേഷൻസിലെ പല വ്യക്തികളും നമ്മളെക്കാൾ ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയവരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബുദ്ധിമുട്ടുകളെ എങ്ങനെയൊക്കെ നമുക്ക് അതിജീവിക്കാം എന്നുള്ള ചില കാര്യങ്ങൾ കൂടി അവർ നമുക്ക് നിർദ്ദേശിച്ചു തരുമെന്നുള്ളതാണ് ഏറ്റവും ഉപകാരപ്രദമായ ഒരു കാര്യം. അസോസിയേഷൻസ് ആർ ക്രിട്ടിക്കൽ. നെഗറ്റീവ് തന്നെ സംസാരിക്കുന്ന ഒരു കൂട്ടം ആളുകൾക്കിടയിലാണ് ഇരിക്കുന്നതെങ്കിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്ന അത് തന്നെയാണെങ്കിൽ നാം അറിയാതെ ആ തോട്ട് പ്രോസസ് നമ്മളെ പിറകോട്ട് വലിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ പോസിറ്റീവായി സംസാരിക്കുകയും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കും എന്നൊരു കോൺഫിഡൻസ് വരികയും ചെയ്യുന്ന അസോസിയേഷനിലൂടെയാണ് മുൻപോട്ട് പോകുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ മുന്നിലുള്ള പ്രതിസന്ധികളെ കവറപ്പ് ചെയ്ത് മുൻപോട്ട് പോകാൻ നമുക്ക് സഹായകരമാകും. നല്ല അസോസിയേഷൻസ് സ്വീകരിക്കുക. ബുക്സിന്റെ രൂപത്തിലും ഓഡിയോസിന്റെ രൂപത്തിലും വീഡിയോസിന്റെ രൂപത്തിലും മനുഷ്യരുടെ രൂപത്തിലുമുള്ള നല്ല അസോസിയേഷൻ സ്വീകരിക്കുക. നിങ്ങൾക്ക് സെൽഫ് മോട്ടിവേറ്റഡ് ആയി മുന്നോട്ട് പോകാൻ ഒരുപാട് ഇത് ഉപയോഗപ്രദമായി മാറും. നാലാമതായി, ഷിഫ്റ്റ് യുവർ അറ്റൻഷൻ.
നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവുന്ന നെഗറ്റീവായ ഇൻസിഡൻസിൽ നിന്നും പോസിറ്റീവായ കാര്യങ്ങളെ കണ്ടെത്താൻ തയ്യാറാവുക. നാം പലപ്പോഴും ചെയ്യുന്നത് നമുക്ക് എല്ലാ രീതിയിലുള്ള സുഖ സൗകര്യങ്ങൾ ഉള്ളപ്പോഴും എല്ലാ രീതിയിലുള്ള സന്തോഷങ്ങളുള്ളപ്പോഴും അതിനിടയിൽ നിന്നും ചില സങ്കടങ്ങളെ കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട്. ഇത് പോലെ തന്നെ നമുക്ക് എത്ര വലിയ സങ്കടങ്ങൾ വരുമ്പോഴും അതിനുള്ളിലെ ഒരു പോസിറ്റീവായ എലിമെന്റിനെ കണ്ടെത്താനായി നമ്മുടെ അറ്റൻഷനെ ഷിഫ്റ്റ് ചെയ്യുക. ഇത് പറയാൻ എളുപ്പവും പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. വളരെ ഈസിയായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പറയാം. ഈ വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായ ഒരു സാഹചര്യത്തെ ഒരു ബുക്കിലേക്ക് എഴുതുക. അതിനുശേഷം ആ സാഹചര്യത്തിൽ നിന്നും നിങ്ങൾ അക്വയർ ചെയ്ത ഒരു സ്കിൽ എന്താണ് എന്നുകൂടി എഴുതുക. കൃത്യമായി തിരിച്ചറിയാൻ കഴിയും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ കൂടുതൽ കരുത്തനാക്കിയിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഓരോ പ്രോബ്ലത്തിനുള്ളിലും ഓരോ ഓപ്പർച്യൂണിറ്റി കൂടിയുണ്ട്. നമ്മുടെ മനസ്സിനെ ആ പ്രോബ്ലത്തെ മാത്രം കാണാതെ അതിനുള്ളിലെ ഓപ്പർച്യൂണിറ്റിയെ കാണാനായി ട്യൂൺ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. കാരണം വിജയിച്ച ആളുകൾ പലപ്പോഴും പ്രശ്നങ്ങൾക്കുള്ളിലെ അവസരങ്ങളെയാണ് കണ്ടെത്തുന്നത്. പരാജയപ്പെട്ടവരാവട്ടെ അവസരങ്ങൾക്കുള്ളിലെ പ്രശ്നങ്ങളെയാണ് കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഷിഫ്റ്റ് യുവർ അറ്റൻഷൻ. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്താൻ, എല്ലാ ബാഡ് സിറ്റുവേഷനിലും ഒരു ഗുഡ്നെസ് കണ്ടെത്താൻ നമ്മുടെ മനസ്സിനെ ഒന്ന് ട്യൂൺ ചെയ്ത് തുടങ്ങാം. നമുക്ക് എവിടെയാണ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് എന്നുള്ള കാര്യത്തെ ഓർത്ത് വിഷമിക്കാതെ, നമ്മുടെ കൺട്രോളിൽ അല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് വിഷമിക്കാതെ, അതിന് പകരമായി നമുക്ക് കൺട്രോളുള്ള ഏരിയയിൽ അർപ്പണ മനോഭാവത്തോടു കൂടി തന്നെ നമുക്ക് പ്രവർത്തിക്കാം. കാരണം പലപ്പോഴും നമ്മുടെ കൺട്രോളിൽ അല്ല, നമ്മുടെ കൺട്രോളിൽ ഇല്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഓർത്ത് വറി ചെയ്യുമ്പോൾ, വിഷമിക്കുമ്പോൾ നമുക്കുള്ള പല കഴിവുകൾ കൂടി നഷ്ടപ്പെട്ടു പോവുകയാണ് പതിവ്. അതിന് പകരമായി നമുക്ക് എവിടെയാണോ കഴിവുള്ളത്, നമുക്ക് എവിടെയാണോ കൺട്രോൾ ഉള്ളത്, അവിടെ വീണ്ടും വീണ്ടും വർക്ക് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി നമുക്ക് കൺട്രോൾ ഇല്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്ന സ്ഥലത്തുകൂടി ഫ്യൂച്ചറിൽ കൺട്രോൾ ഉണ്ടാകുന്ന ലെവലിലേക്ക് വളരാൻ നമുക്കത് സഹായകരമാകും. ഷിഫ്റ്റ് യുവർ അറ്റൻഷൻ നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്ക്. പ്രോബ്ലംസിനെ കാണുന്നതിന് പകരം അതിനുള്ളിലെ ഓപ്പർച്യൂണിറ്റീസിലേക്ക്, ബാഡ് സിറ്റുവേഷൻസിന് പകരം അതിനുള്ളിലുള്ള ഗുഡ്നെസ്സിലേക്ക്. ഇത്തരത്തിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടാക്കുന്നത് നാം ഒരു സെൽഫ് മോട്ടിവേറ്റഡ് ആയ വ്യക്തിയായി മാറാൻ സഹായപ്രദമാകും. അഞ്ചാമതായി, നോ യുവർ സെൽഫ്. നിങ്ങളെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുക. എന്തൊക്കെ കാര്യങ്ങൾ വരുമ്പോഴാണ് നിങ്ങൾ സന്തോഷവാനാവുന്നത് എന്ന് തിരിച്ചറിയുക. സന്തോഷം വരുന്ന സമയങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഒന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കൂ. എത്ര വിഷമം വരുന്ന സമയത്തും ആ സമയങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ നാം പോലും അറിയാതെ ഒരു പോസിറ്റിവിറ്റി നമ്മളിൽ ഉണ്ടാവും. അതിനോടൊപ്പം തന്നെ നമുക്ക് എവിടെയൊക്കെയാണ് അറിവ് സമ്പാദിക്കേണ്ടത് എന്നുകൂടി കണ്ടെത്തണം. എങ്കിലേ നമുക്ക് ലേൺ ചെയ്യുന്ന ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. നോളജ് ഈസ് പവർ എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. നമുക്കൊരു അറിവുണ്ടാവുകയും ആ അറിവ് ഉപയോഗിച്ച് തിരിച്ചറിയുകയും ആ തിരിച്ചറിവിനെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുകയും ചെയ്യുമ്പോൾ ആ നോളജ് ഒരു പവറായി മാറും. അത്തരത്തിലുള്ള നോളജ് ലഭിക്കണമെങ്കിൽ ആദ്യം നാം ചെയ്യേണ്ടത് അറിവ് സമ്പാദിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് എവിടെയൊക്കെയാണ് നമുക്ക് ലേൺ ചെയ്യാൻ കഴിയുന്നത്, എവിടെ നിന്നൊക്കെയാണ് നമുക്ക് പഠിക്കാൻ കഴിയുന്നത്, അത് കണ്ടെത്തുക, പഠിച്ചു തുടങ്ങുക. പഠനം എന്നുള്ളത് ഒരു എൻഡ്ലെസ് ആക്ടിവിറ്റിയാണ്. നമുക്ക് മുൻപോട്ട് എന്നും ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുന്ന കാര്യമാണ്. കാര്യം എത്ര കണ്ട് കൂടുതൽ പഠിക്കുന്നോ അത്ര കണ്ട് നമ്മുടെ കോൺഫിഡൻസ് കൂടും. ഡെഫിനറ്റ്ലി നമ്മുടെ കോൺഫിഡൻസ് കൂടുമ്പോൾ സെൽഫ് എസ്റ്റീം കൂടും. അതുകൊണ്ട് തന്നെ നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയ ഒരു വ്യക്തിയായി മാറും. ഈ 5 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു സെൽഫ് മോട്ടിവേറ്റഡ് ആയ വ്യക്തിത്വമായി മാറാൻ സഹായപ്രദമാവുന്ന കാര്യങ്ങളാണ്. 5 കാര്യങ്ങളെ ഞാനൊന്ന് റീക്യാപ്പ് ചെയ്യാണ്. നമ്പർ 1, വിഷ്വലൈസ് യുവർ സക്സസ്. നിങ്ങളുടെ വിജയത്തെ കൃത്യമായി മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക. നമ്പർ 2, നെവർ ആക്സെപ്റ്റ് ഫെയിലിയേഴ്സ്. എത്ര പരാജയപ്പെട്ടാലും വിജയിച്ചേ അടങ്ങൂ എന്നുള്ള ആസ്പെക്റ്റിൽ വീണ്ടും വീണ്ടും ശ്രമിക്കാനായി തയ്യാറാവുക. നമ്പർ 3, ഓൾവേസ് മെയിൻറ്റെയിൻ ഗുഡ് അസോസിയേഷൻസ്. നല്ല പുസ്തകങ്ങൾ, നല്ല ഓഡിയോസ്, നല്ല വീഡിയോസ്, നല്ല സുഹൃത്തുക്കൾ, ഇത്തരത്തിൽ നല്ല അസോസിയേഷൻസ് സ്വീകരിക്കുക. നമ്പർ 4, ഷിഫ്റ്റ് യുവർ അറ്റൻഷൻ. പ്രശ്നങ്ങളെ മാത്രം കാണാതെ പ്രശ്നങ്ങളിലെ അവസരങ്ങളെ കാണുക. നെഗറ്റീവായ സിറ്റുവേഷൻസിലെ പോസിറ്റിവിറ്റി കണ്ടെത്തുക. ബാഡ് സിറ്റുവേഷൻസിലെ ഗുഡ്നെസ് എന്താണ് എന്ന് കണ്ടെത്തുക. നമ്പർ 5, നോ യുവർ സെൽഫ്. നിങ്ങളെ തന്നെ കൂടുതൽ ഭംഗിയായി തിരിച്ചറിയുക. നിങ്ങൾ സന്തോഷവാനാവുന്നത് എപ്പോഴാണ്, നിങ്ങൾ എനർജറ്റിക് ആവുന്നത് എപ്പോഴാണ്, നിങ്ങൾ വിഷമിക്കുന്ന എപ്പോഴാണ്, ഇത്തരത്തിൽ കൃത്യമായി നിങ്ങളെ പറ്റി കൂടുതൽ മനസ്സിലാക്കുക. എവിടേക്കാണ് അറിവ് സമ്പാദിക്കേണ്ടതെന്ന് കണ്ടെത്തി കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാവുക. ഈ 5 കാര്യങ്ങൾ ചെയ്യാനും എപ്പോഴും ഒരു സെൽഫ് മോട്ടിവേറ്റഡ് ആയ വ്യക്തിയായി മാറാനും ഒരുപാട് ആളുകൾക്ക് ഇൻസ്പിറേഷനായി മാറാനും സാധിക്കട്ടെ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ടൈപ്പ് ചെയ്യാൻ മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. NK signing off.